It is on the verge of sealing a major trade deal. India could get $100 billion in investment from Europe. Now, India is eyeing $100 billion in annual foreign direct investment. United Arab Emirates is reportedly planning to invest about $50 billion in India as part of its broader bet on India's rising economic potential. Hi, Danish from Scale Up Mission. Scale Up Mission ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഫേമാണ്. സോ ഞങ്ങൾ പല ബിസിനസ് ഓണേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ അപ്പ് ചെയ്യുന്നുണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറമേ ആണെങ്കിലും ശരി ഒരുപാടുണ്ട്. ഒരുപാട് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ് ഉണ്ട്, അതുപോലെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് ഇക്വിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മളെ ബിസിനസ് വലുതാക്കാൻ പറ്റും. ഒരു ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അയാൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവും. അതെന്തൊക്കെയാണ്? അതോടൊപ്പം എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്ററെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ച് ഡൗട്ടുകൾ ഉണ്ടാവാം. എങ്ങനെയാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ആദ്യം നോക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലേ. ഒന്ന്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫണ്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അവരുടെ അപ്രോച്ച് ആയിരിക്കില്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന്, അതായത് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ് പോലുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പോലുള്ളവരുടെ ഒരു അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളത് നോക്കാം. യു ഹാവ് ടു കൺസിഡർ 4 ഫാക്ടേഴ്സ് ടു റീച്ച് യുവർ ഇൻവെസ്റ്റർ. ഫസ്റ്റ് വൺ ഈസ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിങ്ങിൽ നിങ്ങൾക്ക് പല ബിസിനസ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും, പല മെമ്പർഷിപ്പ് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ക്ലബ്ബുകളെല്ലാം ഉണ്ടാവും. ഇത്തരം ക്ലബ്ബുകളിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഹൈ പ്രൊഫൈലുള്ള ഒരു ഇൻവെസ്റ്ററെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ റെഫറൻസ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ബിസിനസ് ഓണർ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് ഉണ്ടാവും. അവർക്ക് നിങ്ങളെ മുകളിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ഉണ്ടാവും. കാരണം ഇന്ന ആൾ റെക്കമെൻഡ് ചെയ്താണ് അല്ലെങ്കിൽ റെഫർ ചെയ്താണ് എന്നുള്ളത്. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് അവരോട് ബിസിനസ് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. പല ഇൻവെസ്റ്റേഴ്സ് ഗ്യാദർ ചെയ്യുന്ന പല പ്രോഗ്രാമുകളും ഉണ്ടാവും, പല കോൺഫറൻസുകൾ ഉണ്ടാവാറുണ്ട്. ഫിക്കി പോലുള്ള, CIA പോലുള്ള, നാസ്കോം പോലുള്ള പല ഇവൻറ്റ്സുകളിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് പിച്ച് ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ടാവേണ്ട ഒരു ആവശ്യമാണ്. കാരണം ഇൻവെസ്റ്റർ എന്ത് ചോദ്യമാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ഇൻവെസ്റ്റേഴ്സും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എൻ്റർപ്രണേഴ്സ് മെൽറ്റായി പോകുന്നുണ്ട്. കാരണം അവർക്ക് ആൻസർ ഇല്ലാത്ത ആയി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വളരെ നല്ലൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയാം, ഷാർക്ക് ടാങ്ക് വളരെ നല്ലൊരു ഓപ്ഷൻസ് ആണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഷാർക്ക് ടാങ്ക് പോലുള്ള പിച്ച് ഡെക്കുകൾ കാണുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്, അവരെന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത്, അതിന് ആൻസർ ഇവരെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിലുള്ള ആൻസർ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വാവ് ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുകളിൽ ട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വളരെ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ്. തേർഡ് വൺ ഈസ് കൺസൾട്ടൻസ്. പ്രൊഫഷണലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കൺസൾട്ടിങ് ഫേമുകളുണ്ട്. അതായത് അവരുടെ കയ്യിൽ ഓൾറെഡി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിനെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടാവാം നല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ കൺസൾട്ടൻറ്റിനെ കൃത്യമായിട്ട് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല ഇൻവെസ്റ്ററെ എടുത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റർ ഈ കൺസൾട്ടൻ്റെ കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ് എന്നുള്ളതിനെ കൊണ്ട് നിങ്ങളുടെ ബിസിനസ് മോഡൽ നന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. നാലാമതായി സെൽഫ് ബ്രാൻഡ്. ആക്ച്വലി നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഈ എവിടെയാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് അവിടെ ബിസിനസ്സിൻ്റെ ഓണേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും ശരി, നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പല ക്ലബ്ബുകളിലും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ, അതൊരു പക്ഷേ ലിങ്ക്ഡിൻ പേജ് ആയിരിക്കാം, ഇൻസ്റ്റഗ്രാം പേജ് ആയിരിക്കാം, യൂട്യൂബ്, എനിഹൗ എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ നിറഞ്ഞു നിൽക്കണം. അത് നിങ്ങളൊരു ബ്രാൻഡായി മാറണം. ആ ബ്രാൻഡായാൽ മാത്രമാണ് നിങ്ങൾ വളർത്തുന്ന നിങ്ങളെ ബിസിനസ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ. നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ് അതുപോലെ തന്നെയായിരിക്കും നിങ്ങളെ ബ്രാൻഡും വലുതാവുന്നുണ്ടാവുക.